ഹായ് ഫ്രണ്ട്സ്, പാചകത്തിൽ അല്പം കാര്യത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ ഒപ്പമുള്ളത് ഡോക്ടർ സജി സാറാണ്. സജി ഏട്ടാ, ഇന്ന് നമ്മൾ എന്താ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്? നമ്മൾ ഉണ്ടാക്കുന്ന കുപ്പമേനി പൊക്കവട. കുപ്പമേനി പൊക്കവട കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള പേരാണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിഷും ആയിരിക്കും. അപ്പോൾ ഇതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്? ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ചെറുതായി കൊത്തിയരിഞ്ഞ കുപ്പമേനി. കുപ്പമേനി നമ്മുടെ വീടിന്റെ പരിസരത്തൊക്കെ കിട്ടാവുന്നതാണ്, കളക്ട് ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ്. ചെറുതായി അരിഞ്ഞ ഇഞ്ചി, മുളക് പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, പച്ചമുളക്, കറിവേപ്പില, കടലമാവ്. അപ്പോൾ ഡോക്ടർ, നമ്മൾ ഈ കുപ്പമേനി യൂസ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ ഇത് തന്നെ ഈ പൊക്കവട നമ്മൾ എല്ലാവരും യൂസ് ചെയ്യാറുണ്ട്, നമ്മൾ ഉണ്ടാക്കാറുണ്ട്. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ അമ്മമാരൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുള്ള സാധനമാണ്. അപ്പോൾ ഈ സാധനം വെച്ച് തന്നെ ചെയ്യാനുള്ള കാരണം എന്താ? ഓക്കെ, കുപ്പമേനി പൊക്കവട എന്ന് പറയുന്നത്, കുപ്പമേനി പറഞ്ഞാൽ നമുക്ക് സർവ്വസാധാരണമായിട്ട് നമ്മുടെ ചുറ്റുപാടിൽ കാണുന്ന ഒരു ചെടിയാണ്. അപ്പോൾ നമ്മൾ സാധാരണ മറ്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ടാണ് പൊക്കവട ഉണ്ടാക്കാറ്. ഇതുകൊണ്ട് ഇതിന് ഏറ്റവും പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് അലർജി, അതുപോലെ തന്നെ തുമ്മൽ, ചുമ, ശ്വാസമുട്ട്, പ്രത്യേകമായി ശ്വാസമുട്ടിന് വളരെ പ്രയോജനപ്രദമായ ഒരു പൊക്കവടയാണിത്. അതായത് ഇതിൻ്റെ ഇലയിൽ അക്കാലിഫിൻ എന്നറിയപ്പെടുന്ന ഒരു ഫൈറ്റോ കെമിക്കൽസ് ഉണ്ട്, കൂടാതെ നമ്മൾ ഒരു സ്റ്റീറോയിഡ്സ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട വസ്തുക്കൾ ഒന്ന് കുപ്പമേനിയാണ്. അക്കാലിഫ ഇൻഡിക്ക എന്നാണ് ഇതിൻ്റെ ബൊട്ടാനിക്കൽ നെയിം. അപ്പോൾ നമുക്ക് ഈ ഡിഷ് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയാലോ? തുടങ്ങാം. ഓയിൽ പറഞ്ഞാൽ നമുക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്യാം, വെളിച്ചെണ്ണ അല്ലെങ്കിൽ നമുക്ക് ഏത് ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ കുപ്പമേനി പൊക്കവടയിലേക്ക് ആദ്യമായിട്ട് നമ്മൾ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി നെക്സ്റ്റ് എന്താ ഇടാൻ പോകുന്നത്? ഇനി നമുക്ക് വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്ക് നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തുകൊണ്ട് നമ്മൾ കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാൻ പോവാണ് നെക്സ്റ്റ്. അപ്പോൾ ഡോക്ടർ, നമ്മൾ ഈ കടലമാവ് യൂസ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ കടലമാവിന് പകരം വേറെ ഏതെങ്കിലും മാവ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും? അതായത് വളരെ പോഷകസമൃദ്ധമായ ഒരു ധാന്യമാണ് കടലമാവ്. അതുകൊണ്ടാണ് നമ്മൾ കടലമാവ് തന്നെ ചൂസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇതിൽ മിക്സ് ചെയ്ത എല്ലാ സാധനവും ഇട്ടിട്ട് കുറച്ച് കായത്തിൻ്റെ പൗഡർ ഇടുക. ഇപ്പോൾ നമുക്ക് പൊക്കവട കൂടാതെ ഈ കുപ്പമേനി കൊണ്ട് നമുക്ക് ഇതേപോലെ കട്ലറ്റ് ഉണ്ടാക്കാനും സാധിക്കും. ഇത് നമുക്ക് കട്ലറ്റ് മെറ്റീരിയൽസ് ആയിട്ട് ഫോം ചെയ്യാം. അല്ല, നമുക്ക് ഇത് കൂടാതെ കുപ്പമേനി കൊണ്ട് നമുക്ക് ജ്യൂസ് ഐറ്റം പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ വീടിൻ്റെ പരിസരത്തു നിന്ന് കിട്ടുന്ന സാധനങ്ങൾ ഇതുപോലെ എത്രയോ യൂസസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതുപോലെ കുപ്പമേനി, അതുപോലെ നേരത്തെ നമ്മൾ ഉണ്ടാക്കിയ സാധനങ്ങൾ പലതും നമുക്ക് ഇതുപോലെ ഉണ്ടാക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ചെറിയ ഉരുളകളായിട്ട് കുപ്പമേനി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എണ്ണ നന്നായിട്ട് തിളച്ചു. അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത കടലമാവും കുപ്പമേനിയും ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരു റൗണ്ട് ഷേപ്പിലാക്കി എണ്ണയിലേക്ക് ഇട്ടു. അത് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. കുപ്പമേനി സാധാരണ നമ്മുടെ മറ്റു ഡിഷ് പോലെ തന്നെയുള്ള ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് പിള്ളേർക്ക് ടേസ്റ്റ് വലിയ പ്രയാസം ഉണ്ടായിരിക്കില്ല. അതായത് പ്രത്യേകിച്ച് കയ്പോ അല്ലെങ്കിൽ ചവർപ്പോ ഇല്ലാത്ത ഒരു ഇലയാണ്, അതുകൊണ്ട് വലിയ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യില്ല. കുട്ടികൾക്ക് ഇത് പൊരിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് നല്ല ഇഷ്ടമായിരിക്കും. സോസിന്റെ കൂടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചോക്ലേറ്റിന്റെ കൂടെയോ നമ്മളിപ്പോൾ ജ്യൂസായി കൊടുക്കുകയാണെങ്കിൽ പിള്ളേർ ഒരു പക്ഷേ ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ പൊരിച്ചു കൊടുക്കുമ്പോൾ ശരിക്കും സ്നാക്സ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് വളരെ കുറഞ്ഞ സമയം മതി, ഒരു 10 മിനിറ്റോ 5 മിനിറ്റിനുള്ളിൽ നമുക്ക് ഈ വിഭവം തയ്യാറാക്കിയെടുക്കാം. പിന്നെ വളരെ പോഷകസമൃദ്ധമാണ്. അതായത് നമുക്ക് അലർജി, അതുപോലെ തന്നെ ആസ്മ എന്നിവയ്ക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു ഡിഷാണിത്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തന്നെ നമ്മൾ ഔഷധമാക്കി മാറ്റുകയാണ് ഇതിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഒരു 5 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇത് തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ നമുക്ക് പൊക്കവട തയ്യാറായി കഴിഞ്ഞു. അപ്പം വളരെ ചുരുങ്ങിയ സമയം എടുത്തുള്ളൂ, അതുകൊണ്ട് വളരെ ടേസ്റ്റി ആയ ഒരു ഡിഷാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്, കുപ്പമേനി പൊക്കവട. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഇതിൽ റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് എണ്ണയിലിട്ട് കഴിയുമ്പോൾ ഒരു 5 മിനിറ്റ് പോലും വേണ്ട, ബ്രൗൺ കളറായിട്ട് നന്നായി ഇത് പൊരിച്ച് കിട്ടും. യെസ്, അപ്പോൾ നമ്മുടെ കുപ്പമേനി പൊക്കവട
ഡോക്ടർ റെഡിയാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഒന്നും കൂടി നമ്മുടെ ഫ്രണ്ട്സിന് വേണ്ടി ഒന്ന് പറഞ്ഞു കൊടുക്കാമോ? ഓക്കെ, ഇത് നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട അക്കാലിഫ ഇൻഡിക്ക എന്ന് പറയുന്ന കുപ്പമേനി ആണ് ഒന്നാമതായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ അടുത്ത് ഉപയോഗിക്കുന്ന ഇഞ്ചി, മുളക് പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, കറിവേപ്പില, പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, കുപ്പമേനി ചെറുതായി അരിഞ്ഞത്, കടലപ്പൊടി, വെളിച്ചെണ്ണ, കായപ്പൊടി, ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിന്റെ പ്രത്യേകത പറയുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യാനുള്ള കാരണം വെളിച്ചെണ്ണ മറ്റു ഓയിലിനേക്കാൾ വളരെ പരിശുദ്ധമാണ്. അത് നമ്മുടെ ബ്രസ്റ്റ് മിൽക്കിൽ ഉള്ള സെയിം കണ്ടന്റ് ആണ് നമ്മുടെ വെളിച്ചെണ്ണയിലുള്ളത്. അപ്പോൾ ഡോക്ടർ എന്തായാലും ഒരുപാട് കഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് വേണ്ടി ഈ ഒരു സ്പെഷ്യലായ ഡിഷ് ഉണ്ടാക്കി തരാൻ വേണ്ടി. എന്തായാലും ഇത് എല്ലാ കുട്ടികൾക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും. വൈകുന്നേരം സ്കൂൾ വിട്ട് ഭയങ്കര ടയേർഡായിട്ടൊക്കെ വരുമ്പോൾ ഇതുപോലത്തെ നല്ലൊരു ടേസ്റ്റി ജങ്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർ നല്ല ഇഷ്ടത്തോടു കൂടി എന്തായാലും കഴിക്കുള്ളൂ. അപ്പോൾ ഡോക്ടർ എന്തായാലും താങ്ക് യു സോ മച്ച്. ഇതുപോലെ ഒരു നല്ല ഡിഷ് എനിക്കും എൻ്റെ ഫ്രണ്ട്സിനും കാണിച്ചു തന്നതിന് താങ്ക് യു സോ മച്ച്. ഹായ് ഫ്രണ്ട്സ്, മധുരിക്കും ഓർമ്മയുമായി ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോടിലെ അഴകുടി നഗരിൽ തന്നെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ എന്ത് വിഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് രമി ചേച്ചിയാണ്. ഹായ് രമി ചേച്ചി. ഹായ്. ഇതാരാ ഇവിടെ ഒരാള്? നമ്മുടെ അഴകുടി നഗർ റെസിഡൻസിലെ ബെസ്റ്റ് ബേബി. ബെസ്റ്റ് ബേബി ആന്റിയുടെ ബെസ്റ്റ് ഫ്രണ്ടാന്ന് തോന്നുന്നു. മോളുടെ പേരെന്താ? നിധി. നിധി എത്രയിൽ പഠിക്കുന്നു? ഏത് സ്കൂളിലാ? ഓക്കെ. അപ്പോ ആന്റി ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മള് ഇപ്പൊ ചക്കക്കാലൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നതാണല്ലോ. മഴക്കാലമായി ചക്ക ഇങ്ങനെ ഒന്നും തിന്നാൻ പറ്റാത്ത അവസരത്തിൽ ഈ പഴുത്ത ചക്ക നന്നായിട്ട് ചക്ക വരകിയത് അതുകൊണ്ട് നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നു. ഉണ്ണിയപ്പം എന്ന് കേൾക്കുമ്പോ തന്നെ എല്ലാവർക്കും വായില് വെള്ളം വരാൻ തുടങ്ങും. കാരോലപ്പം എന്നും പറയുന്നത്. കാരോലപ്പം. ഓക്കെ. കാരോലയിൽ ഉണ്ടാക്കുന്ന അപ്പം ആയതുകൊണ്ട് കാരോലപ്പം. അപ്പൊ ഫംഗ്ഷൻ ഒക്കെ വരുമ്പോ എപ്പോഴും ഉണ്ണിയപ്പം എന്തായാലും ഉണ്ടാകും. ഉണ്ണിയപ്പം എന്ന് പറയുമ്പോൾ കുട്ടികൾക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. ആർക്കും ഉണ്ണിയപ്പം ഇഷ്ടമല്ല എന്ന് ആരും പറയില്ല എന്തായാലും. അപ്പൊ ആന്റി ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം. ചക്ക വരകുന്നത് നമ്മൾ നെയ്യും ശർക്കരയും ഉപയോഗിച്ചിട്ട് നന്നായിട്ട് വരകിയിട്ട് കുറച്ച് നല്ല പണിയുണ്ട്. അപ്പൊ അത് മുൻകൂട്ടി നമ്മൾ ചെയ്ത് വെക്കുന്നതാണ്. അത് നന്നായിട്ട് വരകി നന്നാക്കി വെച്ചാൽ നമുക്ക് കാലങ്ങളോളം ഉപയോഗിക്കാം. അരിപ്പൊടി നമ്മൾ 1 കിലോ അരിപ്പൊടിയിലേക്ക് നമുക്ക് 1/2 കിലോ ശർക്കര വേണം. ആ ശർക്കര പാവ് ഉണ്ടാക്കി അരിപ്പൊടി നന്നായി നൈസായിട്ട് പൊടിച്ചു വെച്ച അരിപ്പൊടിയാണിത്. ഇതിൽ പിന്നെ 1/2 കിലോ ശർക്കര അത് ശർക്കര പാവ് ഉണ്ടാക്കി അത് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഈ ചക്കയും കൂടെ ചക്ക ഏകദേശം കുറച്ചൊരു 2 സ്പൂണോ 3 സ്പൂണോ കുറച്ച് വലിയ സ്പൂണിലെടുത്തിട്ട് ആ മാവിൽ നല്ല മയം വരുന്ന രീതിയിൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ട് ഏലക്കായും കൂട്ടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 3 മണിക്കൂറോളം നമ്മൾ ഇത് വെക്കണം. പാകാവാൻ വേണ്ടിയിട്ട് സെറ്റാവാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ നമ്മളെല്ലാം കൂടി മാവും എല്ലാം കൂടി മിക്സ് ചെയ്യുമ്പോൾ ഈ ഒരു രൂപത്തിൽ നമുക്ക് കിട്ടും. 3 മണിക്കൂറിന് ശേഷം ഒരു മിനിമം 3 മണിക്കൂറെങ്കിലും നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം ഉള്ള മാവാണ് ഇത്. 3 മണിക്കൂർ നമ്മൾ ഈ ചേരുവകളെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് എടുത്തു വെക്കുക. അപ്പൊ നമുക്ക് ഈ ഒരു രൂപത്തിൽ ഒരു മാവ് കിട്ടും. അപ്പൊ ആന്റി നമുക്ക് തുടങ്ങാം. തുടങ്ങാം. ഇതാണ് കാരോല. കാരോല ഉണ്ണിയപ്പത്തിന്റെ പാട്ടാണ് കാരോല. ഇതിൽ കഴിഞ്ഞ് നമ്മൾ ഓയിൽ ഉപയോഗിക്കാറുണ്ട്. സൺഫ്ലവർ ഓയിൽ. ഓയിൽ എന്താണെന്ന് വെച്ചാൽ കോക്കനട്ട് ഓയിലാകുമ്പോൾ വല്ലാത്തൊരു കുത്തും കാറിലും പെട്ടെന്ന് വരും. നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് ഉണ്ണിയപ്പം കിട്ടില്ല. കിട്ടാനിട്ടല്ല, അത് അതിന്റെ വല്ലാത്തൊരു കുത്തൽ വരും. അതുകൊണ്ടാണ്. അപ്പൊ കാരോലയുടെ എല്ലാ കുഴിയിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഈ പാത്രം ചൂടാണെങ്കിൽ എത്ര നേരം എടുക്കും? അപ്പൊ എളുപ്പത്തിന് നമുക്ക് ഉണ്ടാക്കാം ഉണ്ണിയപ്പം അല്ലേ? പഴം ഈ ചക്ക ഉപയോഗിക്കുന്നതുകൊണ്ടാണ് നമ്മൾ പഴം വേണ്ടെന്ന് പറയുന്നത്. അതെ. അപ്പൊ ചക്ക നന്നായിട്ട് ഉപയോഗിച്ച് നന്നായിട്ട് ഇല്ലെങ്കിൽ നന്നായി മിക്സിയിലിട്ട് അടിച്ചിട്ട് ഒഴിച്ചാലും മതി. പഴത്തിന്റെ ആവശ്യമില്ല, കുറച്ച് മൈദ ഉപയോഗിക്കാം. ചക്കയൊന്നും നമുക്കിപ്പോ കാണാൻ കിട്ടില്ല. എവിടെ നോക്കിയാലും എല്ലാവർക്കും ചക്ക ഭയങ്കര പ്രിയപ്പെട്ട ഒരു സാധനമാണ്. പക്ഷെ ചക്ക ഇപ്പൊ ആർക്കും കാണാൻ കിട്ടില്ല. അപ്പൊ നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കണമെങ്കിൽ പഴം യൂസ് ചെയ്യാം. പഴം യൂസ് ചെയ്തിട്ട് ഉണ്ണിയപ്പം ചെയ്യാം. പഴുത്ത പഴമൊക്കെ ഉപയോഗിച്ചിട്ട് ഇത് ചക്കകളൊക്കെ കഴിക്കുന്നതിനുള്ള പ്രശ്നം കൊണ്ട് നമ്മൾ ചക്ക അധികം വരകി വെക്കുന്നത്. അത് ആവശ്യത്തിന് ഇതുപോലുള്ള സാധനങ്ങളിൽ നല്ല മയം കിട്ടാൻ വേണ്ടിയിട്ട്
നല്ല സോഫ്റ്റ് ആയിരിക്കും. ചക്ക യൂസ് ചെയ്താൽ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ നമ്മുടെ എണ്ണ ഏകദേശം ചൂടായി. അതിലേക്ക് നമ്മുടെ മാവ് ഒഴിച്ചു കൊടുക്കാം. ഒരു ഇത്തിരി മാവ് ഇട്ടാൽ മതി, കാരണം അത് ഒന്ന് എണ്ണയിലിട്ട് തിളച്ച് വരുമ്പോൾ അത് നന്നായി പൊങ്ങി വരും. അതുകൊണ്ട് കുറച്ച് മാവ് അതിലേക്ക് ഒഴിച്ചാൽ മതി. ഓക്കെ ആൻറ്റി, അപ്പോൾ ഇത് റെഡി ആയി വരണമെങ്കിൽ എത്ര നേരം എടുക്കും? അപ്പോൾ 2 മിനിറ്റ് കൊണ്ടാവും. 2 മിനിറ്റ് കൊണ്ട് റെഡിയാവും. അപ്പോൾ ആൻറ്റി വെറുതെ വീട്ടിലിരിക്കുമ്പോൾ ഇതുപോലത്തെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്നത് തന്നെയാണ് ആൻറ്റിയുടെ ഹോബി? വേറെ എന്തെങ്കിലും ഹോബീസ്? ഇല്ല, ഇത് ഞാൻ വൈകുന്നേരം മോള് വരാനാകുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം, എന്തെങ്കിലുമൊക്കെ എടുത്ത് ഒപ്പിക്കണം എന്നൊക്കെയുള്ള വിചാരത്തിൽ എന്തെങ്കിലും ചെറിയ സ്മൃതികളൊക്കെ ഉണ്ടാക്കും. അതെ, അങ്ങനെയുള്ള ഈവനിങ്ങുള്ള പലഹാരങ്ങൾ, അങ്ങനെ കുറേ. ആൻറ്റിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ? എനിക്ക് ഏറ്റവും ഇഷ്ടം ഉണ്ണിയപ്പം. ഉണ്ണിയപ്പാണല്ലേ? കഴിയുന്നത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കും. ഓക്കെ, അപ്പോൾ സ്കൂളിൽ നിന്ന് കുട്ടികളൊക്കെ വീട്ടിലേക്ക് വരുമ്പോൾ ഇതുപോലത്തെ നല്ല ടേസ്റ്റി ആയ ഉണ്ണിയപ്പൊക്കെ കൊണ്ടുവയ്ക്കുമ്പോൾ അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ മോളുടെ ഹോബീസൊക്കെ എന്തൊക്കെയാ? ഡാൻസ് ചെയ്യും, പാട്ട് ചെയ്യും ഒക്കെ ചെയ്യില്ലേ? ഓക്കെ, ഒരു പാട്ട് പാടാമോ? ഒരു ചെറിയൊരു പാട്ട് നമ്മുടെ ഫ്രണ്ട്സിന്. ഓക്കെ. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം, അതിൽ മലിനമായൊരു ഭൂമിയും. മലിനമായ ജലാശയം, അതിൽ മലിനമായൊരു ഭൂമിയും. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ? അടിപൊളി പാട്ടായിരുന്നു. മോള് പാട്ട് പഠിക്കുന്നുണ്ടോ? പഠിക്കുന്നുണ്ടല്ലേ? എവിടെ പഠിക്കുന്നേ? വീട്ടില് ആണോ? ഓക്കെ, അപ്പോൾ എന്തായാലും നല്ല പാട്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പത്തിലേക്ക് കടക്കാം. ആൻറ്റി, ഉണ്ണിയപ്പം ഒരു ബ്രൗൺ നിറായി ഏകദേശം റെഡിയായി വരാറായിട്ടുണ്ട്. ഇത് ഫസ്റ്റിൽ ഒഴിക്കുമ്പോൾ കറക്റ്റായിട്ട് ഒഴിച്ചില്ലെങ്കിലാണ് ഇങ്ങനെ പൊട്ടിപ്പൊഴിഞ്ഞ് വരും. എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ അതിലേക്ക് മാവ് ഒഴിക്കുമ്പോൾ നന്നായി സൂക്ഷിച്ച് ഒഴിക്കുക, ഇല്ലെങ്കിൽ നമ്മുടെ സെക്കൻഡ് ഒഴിക്കുമ്പോഴാണ് 2 വിധത്തിൽ വരും. ഓക്കെ. ആൻറ്റി ആദ്യമായിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പഠിപ്പിച്ചതാരാ? എൻ്റെ അമ്മയ്ക്ക് ഇതുപോലെ ഇത്ര പ്രത്യേകമുള്ള സംഗതിയായിരുന്നു. ഓക്കെ, അമ്മയാണ് എല്ലാവരെയും പഠിപ്പിച്ചു വിടുന്നത്. ആന്റിനെ അമ്മയാണ് പഠിപ്പിച്ചു വിട്ടത്. ഓക്കെ, അപ്പോൾ ഏകദേശം ഉണ്ണിയപ്പം റെഡി ആയി. അമ്മമാരടുത്ത് നല്ല എല്ലാം കിട്ടുക. ഉണ്ണിയപ്പം റെഡിയായി, സെർവ് ചെയ്യാനിപ്പോൾ. അപ്പോൾ ഉണ്ണിയപ്പം എല്ലാം നമ്മൾ പൊരിച്ചെടുത്തു, റെഡിയാക്കി. അടിപൊളിയായിട്ടുണ്ട്, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. എനിക്ക് ഉണ്ണിയപ്പം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും ഉണ്ണിയപ്പം. ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി ആൻറ്റി, അടിപൊളിയായിട്ടുണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നല്ല ഉണ്ണിയപ്പമാണ്. അപ്പോൾ ആൻറ്റി എന്തായാലും താങ്ക് യു സോ മച്ച്. രസമുകുളത്തിൽ നിന്ന് നമ്മുടെ സീഗർ സ്പെഷ്യൽ ഒരു നമ്മൾ സൂപ്പാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉള്ളൂ, എന്നാൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ഇവിടുത്തെ സ്പെഷ്യൽ റെസിപ്പി അല്ലേ ഇത്? സ്പെഷ്യൽ സൂപ്പ് അല്ലേ? എവിടെയും കിട്ടത്തില്ല, ഇവിടെ തന്നെ വരണം ഇത് കഴിക്കണമെങ്കിൽ. അപ്പം നമുക്ക് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്താന്ന് നോക്കാം. നമ്മൾ ഇൻഗ്രീഡിയൻസ് മെയിൻ ആയിട്ട് സീ ഫുഡ് സൂപ്പാണ് ഇത്. അപ്പം സീ ഫുഡ് ആയിട്ടുള്ള നമ്മുടെ ഫിഷ് ഉണ്ട്, സ്ക്വിഡ് ഉണ്ട്, മിക്സ് ആണ് അല്ലേ? എല്ലാത്തിന്റെ ഒരു മിക്സ്ചർ ആണ്. അപ്പൊ സ്ക്വിഡ് ഉണ്ട്, പിന്നെ പ്രോൺസ് ഉണ്ട്, നോർമൽ ഫിഷ് ഉണ്ട്. എല്ലാം ക്ലീൻ ചെയ്ത് ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ചോപ്പ് ചെയ്ത ക്യാരറ്റ് ഉണ്ട്, ചോപ്പ് ചെയ്ത ക്യാപ്സിക്കം ഉണ്ട്, ആൻഡ് ദിസ് ഇസ് ക്യാബേജ് ഉണ്ട്, ക്യാബേജ് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, കാർഡമം പൗഡർ ഉണ്ട്. എല്ലാം പക്ക നാച്ചുറൽ ആയിട്ട്. അപ്പൊ കാർഡമം ഫ്ലേവറും ഉണ്ട്, പിന്നെ കുറച്ച് മുട്ട വെള്ള എഗ് വൈറ്റും ഉണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ പാചകത്തിലേക്ക് അങ്ങ് കടക്കാം. അപ്പൊ എന്താ, നമ്മൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. നോ ഓയിൽ, ഒട്ടും ഓയിൽ കണ്ടന്റ് എന്ന് പറഞ്ഞ സംഭവമേ നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഏകദേശം 1 ബൗള് വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ട് ഒരു പാനിലേക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് ഏകദേശം ഒരു ഓക്കെ, അതിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം കുറച്ച്, ഒരു പിഞ്ച് പോലും ഇല്ല, വളരെ കുറച്ച് നമ്മൾ കാർഡമം പൗഡർ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് തിളയ്ക്കണം അല്ലേ?
ബാക്കിയുള്ള ഓക്കെ. ഇത് നല്ലോണം തിളയ്ക്കണം. അപ്പോൾ നമ്മൾ ഏകദേശം കുറച്ച് ഒരു ബൗളിൽ വളരെ കുറച്ച് നമ്മൾ സീ ഫുഡ് നല്ലോണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ബൗളിൻ്റെ അകത്ത് മതിയായതുകൊണ്ട് ഒരു ശകലം ഇട്ടാൽ മതി. ഒരു ബൗളിന് വേണ്ടി ക്വാണ്ടിറ്റിയാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഒത്തിരി ഫിഷ് ഒന്നും വേണ്ട, വളരെ കുറച്ച് മതി. അത് നമ്മൾ ആവശ്യത്തിനതായി ഇട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഫിഷ് എല്ലാം ഏകദേശം ഒരേ വേവുള്ള ഫിഷസ് ആയിരിക്കും അല്ലേ? പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന ഫിഷാണ്. പിന്നെ വെള്ളത്തിലാകുമ്പോൾ അതിൻ്റെ ഫ്ലേവർ എല്ലാം കൂടെ ഇറങ്ങി ചെന്ന് ശരിക്കും നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നല്ലോണം തിളച്ചു വരുന്നുണ്ട് വെള്ളം. ഒരു 4 പീസോളം ഏകദേശം ഒരു 4 പീസ് ക്യാരറ്റ് നമ്മൾ ചോപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേ ക്വാണ്ടിറ്റി തന്നെ ക്യാപ്സിക്കം കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തു. പിന്നെ അടുത്തതായിട്ട് ക്യാബേജ്. ഏകദേശം എല്ലാം ഒരു മീഡിയം കുക്ക് ആയിട്ടുണ്ട്. എല്ലാം നമ്മൾ ഒത്തിരി ഓവർ കുക്ക് ചെയ്തിട്ടില്ല. സൂപ്പ് എന്ന് പറഞ്ഞാൽ അറിയാലോ എപ്പോഴും ഹാഫ് കുക്ക്ഡ് ആണ്. അപ്പം എന്താ അത് നല്ലോണം ഒരു മിക്സറായിട്ട് വന്നിട്ടുണ്ട്. ക്യാരറ്റും ക്യാപ്സിക്കം ഒക്കെ തന്നെ ഒത്തിരി സമയമൊന്നും വേണ്ട, ഒന്ന് ചൂട് കൊള്ളുമ്പോൾ തന്നെ വെന്ത് കിട്ടുന്നതാണ് എല്ലാ ഇൻഗ്രീഡിയൻസും. അപ്പം ക്യാബേജ് എല്ലാം എന്താ നമ്മൾ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു ബൗളിൽ കുറച്ച് നമ്മൾ കോൺഫ്ലവർ മിക്സ് ചെയ്ത് ഒരു തിക്കായിട്ട് വെച്ചിട്ടുണ്ടല്ലേ? ആണല്ലേ, തിക്കാക്കണം. നമുക്ക് ലൈറ്റായിട്ട് തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ട് അതങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 3 ടീസ്പൂൺ നമ്മൾ ഒഴിച്ചു. ഒന്ന് കുറുകി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ. നമുക്ക് ആവശ്യാനുസരണം അത് കറക്റ്റ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസിക്ക് വേണ്ടിയായിരിക്കും അല്ലേ? അതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആവാൻ വേണ്ടിയാണ് നമ്മളിത് ഒഴിച്ച് മിക്സ് ചെയ്യുന്നത്. ഓക്കെ, മുട്ട വെള്ള കൂടെ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആഡ് ചെയ്യും അല്ലേ? ഓക്കെ, മുട്ട വെള്ള നമ്മൾ ചേർത്ത് കൊടുത്തു. അപ്പോഴാണ് ആ കറക്റ്റ് അതിൻ്റെ ഒരു ഫ്ലോ വരത്തുള്ളൂ അല്ലേ? കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടണമെങ്കിൽ എഗ് വൈറ്റും കൂടെ നമ്മൾ ചേർക്കണം. അങ്ങനെ ഉണ്ടാക്കാം. ശരിയാണ്, പെട്ടെന്നൊന്ന് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്കും സിമ്പിളായിട്ട് കുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഇവിടുത്തെ സ്പെഷ്യൽ റെസിപ്പിയാണ്. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ബാക്കി പരിപാടീസിലേക്ക് അടക്കാം. സീഗൾസ് ക്യാച്ചിൻ്റെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഈ സൂപ്പ്. അപ്പോൾ നല്ല ചൂടോടെ സൂപ്പ് റെഡി. ഈ നാരങ്ങ എന്തിനാ ശരിക്കും? ഇതിൻ്റെ കൂടെ ലൈമും കൂടെ ആഡ് ചെയ്താൽ കുറച്ചും കൂടെ സ്വാദ് വരും എന്നാണ് നമ്മുടെ ഷെഫ് പറയണേ. അപ്പം എൻ്റെ അടുത്ത് കഴിച്ചോളാൻ പറഞ്ഞു, പെർമിഷനൊക്കെ തന്നു. എന്തായാലും ഇവിടെ ഇരുന്ന് ഞാൻ കഴിക്കുന്നില്ല. നമുക്ക് കുറച്ച് നല്ല ഇരുന്ന് ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സൊക്കെ കണ്ട് നല്ല ഭംഗിയിൽ നമുക്ക് മനോഹരമായിട്ട് കഴിക്കാം. അപ്പം ഞാൻ ഓൺ ദ വേ പോട്ടെ. കുറച്ച് നല്ല ഇൻറ്റീരിയേഴ്സ് എനിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. പോട്ടെട്ടാ. അപ്പോൾ നമ്മുടെ സീഗൾസ് ക്യാച്ച് റെസ്റ്റോറൻറ്റിൽ ഞാൻ എന്താ സൂപ്പിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. അത് മാത്രമല്ല എൻ്റെ ബാക്ക് ഡ്രോപ്പിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് വളരെ മനോഹരമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫൗണ്ടെയിൻ ആണ് സംഭവം. അടിയിൽ നല്ലൊരു മീനുകൾക്കൊക്കെ ആയിട്ട് നല്ല ഭംഗിയിൽ ഒരു പോണ്ട് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ശരിക്കും ഇവിടെ തന്നെ ഒരു കിണറുണ്ട്, അതിലെ വെള്ളം തന്നെയാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അതും വളരെ പ്രകൃതി രമണീയം, നമുക്ക് അത്രയും ഒരു ഫീൽ തരുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് ഗ്ലാസ് വെച്ചിട്ട് ഒരു കവറിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫുൾ AC തന്നെയാണ്, AC പോകുന്നുള്ള ടെൻഷനൊന്നും വേണ്ട, ഫുള്ളി കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് ചെറിയ ചെറിയ എന്താ പറയുക ചെടികളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ വളർന്ന് വരുമ്പോൾ മൊത്തം കവർ ചെയ്യുമ്പോൾ ഭയങ്കര ഭംഗിയായിരിക്കും മൊത്തത്തിൽ കാണാനായിട്ട്. അപ്പം നമ്മളിവിടെ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഈ വെള്ളത്തിൻ്റെയൊക്കെ സൗണ്ട് കേൾക്കുമ്പോൾ ഭയങ്കര രസമാണ്. ശരിക്കും മഴ പെയ്യുന്ന ഒരു ഫീൽ കിട്ടും. ഇവിടെ സൂപ്പ് എത്തിയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പം നമ്മുടെ ഇവിടുത്തെ സ്പെഷ്യൽ റെസിപ്പിയാണിത്. ഫിഷിൻ്റെ ഒരു സൂപ്പാണ്. നമ്മുടെ സീഗൾസ് ക്യാച്ചിൻ്റെ വളരെ ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പം ഞാനിത് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. അതിന് മുന്നേ ഇതിന് സപ്പോർട്ടീവായിട്ട് നമുക്ക് പെപ്പർ ചേർക്കാമെന്ന് പറഞ്ഞു. പിന്നെ പെപ്പർ ചേർക്കാം. പിന്നെ അതുപോലെ തന്നെ ലൈം, നമുക്ക് ലൈമും ചേർക്കാം. അപ്പം പെപ്പറും ലൈമും കൂടെ മിക്സ് ചെയ്ത് കഴിച്ച് കഴിഞ്ഞാൽ വല്ലാത്ത ഒരു സ്വാദാണ്. അപ്പോൾ ഞാനത് കഴിക്കട്ടെ, എന്നാൽ കഴിക്കാമല്ലോ. എല്ലാവരുടെയും പെർമിഷനോടുകൂടി ഞാൻ കഴിക്കാൻ പോവുകയാണ്. അപ്പം ഇവർ പറഞ്ഞ പോലെ ലൈമ് കണ്ടല്ലോ, ഈ ലൈമും സ്ക്യൂസ് ചെയ്ത് കുറച്ച് പെപ്പറും കൂടെയൊക്കെ ആഡ് ചെയ്ത് നമുക്കൊന്ന് പൊളിച്ചെടുക്കാം. യെസ്, അപ്പോൾ വളരെ ഓർഗാനിക് ആയിട്ടുള്ള ഒരു ഓർഗാനിക് ആയിട്ടുള്ള സൂപ്പാണ്. നമ്മൾ ഓയിലോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അത്രത്തോളം ഹെൽത്തിയാണിത്. ഇനി ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും കഴിക്കാൻ പറ്റിയ സംഭവമാണ്. ഇനി ഇതിനൊപ്പം കുറച്ച് പെപ്പർ കൂടെ നമുക്കങ്ങ് ചേർക്കാം. കുറച്ച് പെപ്പർ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതാ സൂപ്പ് കണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ടുള്ള സൂപ്പാണ് ഇത്. നമുക്കിനി ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ല ബ്ലംന്ന് അങ്ങ് കഴിക്കാം. അപ്പം എനിക്കിവിടെ സ്പൂണെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ സൂപ്പ് അങ്ങ് നമ്മൾ പ്രേക്ഷകരുടെ എല്ലാവരുടെയും പെർമിഷനോടുകൂടി ഞാൻ കഴിക്കാൻ പോവുകയാണ്.
ഇതിനകത്ത് പ്രോൺസ് ഉണ്ട്, സ്ക്വിഡ് ഉണ്ട്, പിന്നെ ഫിഷ് ഉണ്ട്. എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു മിക്സ്ചറാണ് ശരിക്കും ഈ ഒരു സൂപ്പ്. വെജിറ്റബിൾസ് ഉണ്ട്, ഓയിൽ കണ്ടൻറ്റ് ഒന്നുമില്ല, വളരെ പ്യുവർ ആയിട്ടുള്ള സൂപ്പാണ്. അപ്പം എങ്ങനെ ഇരിക്കും നമ്മുടെ സൂപ്പ് എന്ന് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നിങ്ങൾക്ക് ഞാൻ കഴിക്കണ കാണുന്ന അത്രയ്ക്ക് നിർബന്ധം കാണിക്കുന്ന കഴിച്ച കണ്ടോ കണ്ടോ എൻ്റെ അമ്മയാണ്. ഉഗ്രനാണ് ശരിക്കും. ഈ ഫിഷ് നമുക്ക് രസമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ നാരങ്ങ കൂടി ഇതിലേക്ക് പിഴിഞ്ഞപ്പോൾ സൂപ്പർ, പൊളിച്ചു എന്ന് തന്നെ പറയണം. ഉഗ്രൻ സ്വാദാണ്, പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയാനില്ല. ഇനി ഞാനിരുന്ന ഇത് ഞാൻ കഴിച്ചുകൊണ്ട് പോകും.